നമസ്കാരം. BMH ഡോക്ടർ ചാറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രമം തെറ്റിയ ആർത്തവം, ഇത് നമ്മൾ സ്ത്രീകളിൽ പലരും അനുഭവപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ്. ഇറഗുലർ പീരിയഡ്സ്, അസാധാരണമായ ആർത്തവം എന്നെല്ലാം നമ്മൾ ഇതിനെ പറയാറുണ്ട്. ആർത്തവം എന്നത് പ്രകൃതിദത്തമായ ഒരു ചക്രമാണ് സ്ത്രീകളിൽ നടക്കുന്നത്. ഇതിന് വരുന്ന എന്ത് വ്യതിയാനങ്ങളും സ്ത്രീകളിൽ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇറഗുലർ പീരിയഡ്സ് എന്ന ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നതിനായി ഇന്ന് നമ്മോടൊപ്പമുള്ളത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ തൊടുപുഴയിലെ ഒബ്സ്ട്രക്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ജെന്നി മറിയം ജോർജ് ആണ്. വെൽക്കം ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ, നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഇറഗുലർ ആയിട്ടുള്ള പീരിയഡ്സിനെ കുറിച്ച്, അതായത് ക്രമം തെറ്റിയ ആർത്തവത്തെക്കുറിച്ച്. പക്ഷേ ക്രമമായിട്ടുള്ള ആർത്തവം എന്താണ്, നാച്ചുറൽ ആയിട്ടുള്ള പീരിയഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ സമയക്രമം എന്താണ്, ഇതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. റെഗുലർ പീരിയഡ്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് ഒരു മെൻസ്ട്രൽ സൈക്കിൾ. പീരിയഡ്സിൻ്റെ ആദ്യത്തെ ദിവസം മുതൽ അടുത്ത മെൻസസ് വരുന്ന ആദ്യത്തെ ദിവസമാണ് ഒരു മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ലെങ്ത്. ദാറ്റ് ആവറേജ് ഒരു 28 ദിവസമാണ്, ±2 ഡേയ്സ്. പക്ഷെ നമ്മൾ നോർമലായിട്ട് എടുക്കുന്നത് 24 ഡേയ്സിൻ്റെ ലെങ്ത്ത് മുതൽ 38 ദിവസത്തെ ലെങ്ത്ത് വരെ ഇത് നോർമലാണ്. അപ്പോൾ ഓരോ ആൾക്കാരുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പേഴ്സണൽ ബോഡി ക്ലോക്ക് പോലെയാണ്. ചില ആൾക്കാർക്ക് 30 ദിവസം മണി അടിക്കും, ചില ആൾക്കാർക്ക് 8 ദിവസം ആകുമ്പോൾ മണി അടിക്കും. ഇതൊക്കെ നോർമലാണ്. പീരീഡിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുമ്പോൾ 2 ദിവസം മുതൽ 7 ദിവസം വരെ നീണ്ടു നിൽക്കാം. ഒരു ബ്ലഡ് ലോസ് നമ്മൾ ആവറേജ് എസ്റ്റിമേറ്റ് ഒരു 80 ml. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഉണ്ടാകുന്ന സാധാ ലക്ഷണങ്ങളാണ് അടിവയറ്റ് വേദന, പീരീഡ്സ് വരുന്ന മുമ്പേ ചെറിയ ബ്രസ്റ്റിൽ വേദന, ഇതൊക്കെ നോർമലാണ്. സ്പോട്ടിംഗ് ഉണ്ടാകുന്നതായിട്ട് ചിലർ പറയാറുണ്ട്, അല്ലെങ്കിൽ ഹെവി ബ്ലീഡിംഗ് എന്ന് പറയാറുണ്ട്. ശരിക്കും ഇതിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? എപ്പോഴാണ് നമ്മളൊരു ഡോക്ടറിനെ കാണണം എന്നുള്ളൊരു സിറ്റുവേഷൻ വരുന്നത്? എപ്പോഴാണ് നമ്മുടെ പീരീഡ്സ് 24 ദിവസത്തിൽ കുറഞ്ഞു വരുന്നു, അല്ലെങ്കിൽ 38 ദിവസത്തിൽ ഏറെ കൂടുതൽ പീരീഡ്സ് തള്ളിപ്പോകുന്നു, അല്ലെങ്കിൽ 3 മാസമായി പീരീഡ്സ് വന്നിട്ടില്ല, ഭയങ്കര കുറവ് രീതിയിലൊരു ബ്ലീഡിങ്, അതായത് 2 പാഡ് പോലും ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള കൂടുതൽ ബ്ലീഡിങ്, ഹെവി ബ്ലീഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കലി നമുക്ക് 1 മണിക്കൂറിൽ അല്ലെങ്കിൽ 2 മണിക്കൂർ ഇടുമ്പോൾ ഒരു പാഡ് ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. നമുക്ക് പാഡും ടാമ്പൂണും രണ്ടും ഉപയോഗിക്കേണ്ട ഡബിൾ പ്രൊട്ടക്ഷൻ്റെ ആവശ്യം വരുന്നുണ്ട്. രാത്രികൾ സമയത്ത് നമ്മൾ എണീറ്റ് പോയി പാഡ് ചേഞ്ച് ചെയ്യേണ്ട 2.5 സെൻറ്റിമീറ്റർ സൈസിൽ ഏറെ കൂടുതൽ വലിയൊരു ക്ലോട്ട് പാസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഹെവി ബ്ലീഡിങ്. അപ്പം അങ്ങനെ വരുന്നു. അല്ലെങ്കിൽ പീരീഡ് അല്ലാത്ത സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരിക, ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് വരിക. ഇപ്പോൾ 3 മാസം നമുക്ക് പീരീഡ് വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് അല്ല, പ്രഗ്നൻ്റ് അല്ല, അപ്പോൾ പീരീഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായേക്കാം, ഡോക്ടറിനെ കാണേണ്ട ആവശ്യമുണ്ട്. പീരീഡ് സമയത്ത് വല്ലാത്ത രീതിയിൽ വയറ്റിന് വേദന, 2 അല്ല 3 അല്ല, ഒരു പെയിൻ കില്ലേഴ്സ് എടുത്താലും വേദന കുറയുന്നില്ല, നമുക്കൊരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇത് നോർമൽ അല്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഡോക്ടറിനെ കാണേണ്ട ആവശ്യമുണ്ട്. ഡിസ്ചാർജൊക്കെ വരുവാണ് പീരീഡ് സമയത്ത്, ഭയങ്കര സ്മെല്ലായ ഡിസ്ചാർജ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഡോക്ടറിനെ കാണണം. സാധാരണ നമ്മൾ ഡോക്ടേഴ്സിനെ കാണുമ്പോൾ ഇപ്പം ഗൈനക്കോളജി വിഭാഗത്തിൽ മാത്രമല്ല, വേറെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട്, ഫോർ എക്സാമ്പിൾ ഒരു മൈഗ്രെയിൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അസുഖമായിട്ട് ഡോക്ടേഴ്സിനെ കാണുമ്പം അവർ നമ്മളോട് വേറെ അസുഖങ്ങളെക്കുറിച്ചും നമ്മുടെ ഹിസ്റ്ററിയൊക്കെ എടുക്കാറുണ്ട്. ആ സമയത്ത് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പീരീഡ്സ് റെഗുലർ ആണോ എന്നുള്ളത്. അതിൻ്റെ കാരണം എന്താണ്? കാരണം പീരീഡ്സ് ഡിലേ ആകുന്ന പല കാരണങ്ങളുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ നമുക്ക് ഫിസിയോളജിക്കൽ കാരണങ്ങളുണ്ടാകാം, ഓക്കെ, അതായത് ശാരീരികമായ കാരണങ്ങൾ. ഇപ്പം കൗമാരപ്രായത്തിൽ 10 വയസ്സ് മുതൽ 19 വയസ്സ് വരെ പീരീഡ്സ് ഇച്ചിരി ഇറഗുലർ ആയേക്കാം, അത് നോർമലാണ്. ഇപ്പം നമ്മുടെ പീരീഡ്സ് തുടങ്ങുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്നൊരു സിഗ്നൽ, അത് ഹൈപ്പോതാലാമസ് പിറ്റ്യൂട്ടറിയിലോട്ട് ആക്ട് ചെയ്യും, പിറ്റ്യൂട്ടറി ഓവറിയിൽ ആക്ട് ചെയ്ത് ഓവറിയിൽ നിന്ന് യൂട്രസിലോട്ട് ആക്ട് ചെയ്യുന്ന ഒരു സിഗ്നൽ പാത്വേ ആണ്. പീരീഡ്സ് തുടങ്ങുന്ന സമയം നമ്മൾ മെനാർക്കി എന്നാണ് പറയുന്നത്. പീരീഡ്സ് തുടങ്ങിയതിൻ്റെ ആദ്യത്തെ 2-3 വർഷം ഈ ആക്സിസ് കുറച്ച് ഇമ്മെച്യൂർ ആയേക്കാം, അത് കൗമാരപ്രായത്തിലാണ് കൂടുതൽ കാണുന്നത്, അതൊക്കെ നോർമലാണ്. പിന്നെ നമ്മുടെ ആർത്തവവിരാമത്തിൻ്റെ സമയത്ത് അടുക്കാറാകുമ്പോൾ നമ്മുടെ പീരീഡ്സ് കുറച്ച് ഡിലേ ആയേക്കാം, അത് നമുക്ക് നോർമലാണ്. പക്ഷേ മറ്റ് അസുഖങ്ങൾ കാരണവും പീരീഡ്സ് ഡിലേ വന്നേക്കാം. ഇതൊക്കെയാണ് നമ്മൾ അതൊന്ന് മനസ്സിലാക്കാനാണ് ഡോക്ടേഴ്സ് എപ്പോഴും പീരീഡ്സിനെ പറ്റിയൊന്ന് ചോദിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇപ്പം നമ്മൾ കൂടുതൽ കണ്ടുവരുന്നതാണ് PCOS. ഇപ്പോൾ ഒരു 100 സ്ത്രീകളെ എടുത്ത് അതിൽ 15 ആൾക്കാർക്കെങ്കിലും പോളിസിസ്റ്റിക് ഓവറീസ് ഉണ്ട്. പക്ഷേ പോളിസിസ്റ്റിക് ഓവറീസ് കൂടാതെ അവർക്ക് ഇറഗുലർ പീരീഡ്സ് ആണ് അവരുടെ ആദ്യത്തെ ഒരു ലക്ഷണം. കൂടാതെ കുറച്ച് ബോഡി ഹെയർ വരാം,
വണ്ണം കൂടുതൽ വരാം. ഇപ്പോൾ 2 മാസം അല്ലെ 3 മാസം അല്ലെ 4 മാസം കൂടുമ്പോഴായിരിക്കും പീരീഡ്സ് വരുന്നത്. അല്ലെ ഗുളികൾ കഴിക്കാതെ പീരീഡ്സ് വരത്തേ ഇല്ല. ഇതൊക്കെയാണ് PCOSൻ്റെ കുറച്ച് ലക്ഷണങ്ങൾ. അപ്പോൾ അതിനെ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. പിന്നെ അടുത്തതായിട്ട് കാണുന്ന ഒരു പ്രധാന കാര്യം തൈറോയിഡ് ഡിസോർഡേഴ്സ്. TSHൻ്റെ അളവ് ഒരുപാട് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഹോർമോണൽ ഇംബാലൻസസ് വരാം. പിന്നെ വേറൊരു ഹോർമോൺ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടാൻ, ഇപ്പം സാധാരണ പ്രൊലാക്റ്റിൻ്റെ അളവ് കൂടുന്നത് നമ്മൾ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കുന്ന അമ്മമാരിലാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ചിലപ്പോൾ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ എന്തെങ്കിലും തടുപ്പ്, നമുക്ക് പ്രൊലാക്റ്റിനോമ എന്ന് പറയും, ഒരു MRI സ്കാനൊക്കെ ചെയ്യുമ്പോഴാണ് കണ്ടുപിടിക്കുന്നത്. ആ കേസിൽ നമുക്ക് നിപ്പിളിൽ നിന്ന് ഒരു ബ്രസ്റ്റ് ഡിസ്ചാർജ് ഒക്കെ വന്നേക്കാം. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയാലും നമുക്ക് പീരീഡ്സിൽ പ്രശ്നം വരാം. പിന്നെ വളരെ അപൂർവമായ കേസസ് ഉണ്ടാകും. ഒരു DNC കഴിഞ്ഞതിന് ശേഷം യൂട്രസിൻ്റെ എൻഡോമെട്രിയൽ ലൈനിങ് ഒട്ടിപ്പിടിക്കുന്നത്, ആ കേസസിലും പീരീഡ്സ് കുറഞ്ഞു പോയേക്കാം. പിന്നെ നമ്മുടെ ജനനത്തിലെ ട്യൂബർക്കുലോസിൻ്റെ അസുഖം വന്നാൽ പോലും നമുക്ക് പീരീഡ്സ് എഫക്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ നമ്മളുടെ ജീവിതശൈലി കാരണവും പീരീഡ്സ് എഫക്റ്റ് ആകും. ഒരുപാട് സ്ട്രെസ്സ്, ഡയറ്റിംഗ്, ഒരുപാട് ആൽക്കഹോൾ, സ്മോക്കിംഗ്, കഫീൻ, ഇതൊക്കെ നമുക്ക് പീരീഡ്സ് പ്രശ്നങ്ങളുണ്ടാക്കാം. സ്ട്രെസ്സ് ശരിക്കും ഒരു കാരണമാണോ ഈ ഇറഗുലർ പീരീഡ്സ് ആകാൻ വേണ്ടിയിട്ട്, അതോ ശരിക്കും ഇറഗുലർ പീരീഡ്സ് തന്നെ നമുക്ക് സ്ട്രെസ്സ് ഉണ്ടാകാനുള്ള ഒരു കാരണമാകുമോ? അതായത് ഹെവി ബ്ലീഡിങ്, അതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ബ്ലീഡിങ്, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് സ്ത്രീകളുടെ ഒരു ആത്മവിശ്വാസത്തെ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യത ഇല്ലേ? തീർച്ചയായിട്ടും, അതിൽ യാതൊരു സംശയവും വേണ്ട. ഇപ്പോൾ പീരീഡ്സ് വരാതിരുന്നാൽ പോലും നമുക്കൊരു ടെൻഷൻ, അയ്യോ എപ്പോൾ വരും, നമുക്ക് മെൻ്റലി പ്രിപ്പയർഡ് അല്ല ഒരു പീരീഡ് ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷനിൽ. പിന്നെ സ്ട്രെസ്സിൻ്റെ സമയത്ത് എക്സസൈസ് സ്ട്രെസ് ആകുമ്പോൾ നമ്മുടെ ബോഡിയിൽ കോർട്ടിസോൾ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഒരുപാട് അധികമാകും. കോർട്ടിസോൾ ലെവൽസ് കൂടിയാൽ നമ്മുടെ ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ബാലൻസ് അത് തെറ്റിക്കും. അപ്പോൾ സ്ട്രെസ്സ്, പിന്നെ നമ്മൾ കാണുന്ന പീരീഡ്സ് വരാതിരുന്നാൽ എസ്പെഷ്യലി കുട്ടികൾക്ക് PCOS ഉണ്ടോ എന്ന് അവർക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ അതന്നെ അവർക്കൊരു പേടി, ഒരു ഉറക്കമില്ലായ്മ, ഒരു ഭയം. കഴിഞ്ഞ ദിവസം ഒരു 20 വയസ്സുള്ളൊരു കൊച്ചുകുട്ടിയുടെ റിപ്പോർട്ടിൽ PCOS കണ്ടപ്പോൾ കൊച്ചിൻ്റെ ഭയങ്കര ഭയം, ഇനി എൻ്റെ കല്യാണം നടക്കുമോ, ഞാൻ പ്രഗ്നൻ്റ് ആവുമോ. വേറൊരു സ്ത്രീ പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എനിക്ക് PCOS എന്നൊരു അസുഖം ഉണ്ടായിരുന്നെങ്കിൽ എന്നെ കെട്ടത്തില്ലായിരുന്നു. അപ്പോൾ നമുക്കിതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്ത്രീകൾ അനുഭവപ്പെടുന്ന ആ ഒരു സ്ട്രെസ്, പീരീഡ്സ് ഇല്ലാതെ വരുന്ന ഒരു സ്ട്രെസ്. പക്ഷേ ഇത് രണ്ടും ഒരു വിഷ്യസ് സൈക്കിളാണ്. എന്ന് വെച്ചാൽ നമുക്ക് സ്ട്രെസ്സ് വന്നാൽ പീരീഡ്സ് എഫക്റ്റ് ആകും. മാക്സിമം നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള റിലാക്സേഷൻ ടെക്നിക്സ് ആവട്ടെ, യോഗ ആവട്ടെ, ജേർണലിംഗ് ടെക്നിക്സ് ആവട്ടെ, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് സ്ട്രെസ്സും കുറയ്ക്കണം. നമ്മുടെ നാട് ഒരുപാട് പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും പീരീഡ്സിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകൾ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിലുണ്ട്. അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? ഈ ആർത്തവത്തിനെ പറ്റി തെറ്റിദ്ധാരണ ഒന്നാണ്, നമ്മൾ ഈ 21 ഡേയ്സിൻ്റെ അല്ലെങ്കിൽ ഹോർമോണൽ ടാബ്ലറ്റ്സ് കഴിച്ചാൽ നമുക്ക് വന്ധ്യത വരുമെന്ന്. പക്ഷേ ആക്ച്വലി നേരെ തിരിച്ചാണ്. ചില ഹോർമോണൽ ഇംബാലൻസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ കൊടുക്കുമ്പോൾ അവർക്ക് പ്രഗ്നൻ്റ് ആകാനുള്ള ചാൻസസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു പീരീഡ് ഡിലേ ഉള്ള സ്ത്രീകൾക്ക് പ്രഗ്നൻസി വരത്തില്ല എന്നൊരു ഭയമുണ്ട്. അതും തെറ്റാണ്. കാരണം ശരിയാ, ഓവുലേഷൻ കുറേയൊക്കെ തെറ്റിപ്പോവും. ഒരു 30% സ്ത്രീകൾ എന്നാലോ പീരീഡ് ഡിലേ വന്നാൽ പോലും അവർ നാച്ചുറലായിട്ട് ഓവുലേറ്റ് ചെയ്യുന്നു. നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ അവർ നോർമലായിട്ട് നാച്ചുറലായിട്ട് കൺസീവും ചെയ്യാൻ പറ്റും, ഗർഭിണി ആകാൻ പറ്റും. പിന്നെ ഇതൊരു പീരീഡ് ആർത്തവ ഡിലേ വരുന്നത് അത് നമുക്കൊരു വലിയൊരു ആരോഗ്യ പ്രശ്നമാണോ, ഭയപ്പെടുന്നതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്നാലും അതിൽ പരിശോധിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. സോ പിന്നെ എല്ലാവരുടെയും പീരീഡ്സ് 28 ദിവസത്തിലല്ല വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ ആൾക്കാരുടെ ബോഡി ക്ലോക്ക് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലാണ് നമുക്കൊരു റെഗുലർ പീരീഡ്സ് ആക്കിയെടുക്കാൻ സാധിക്കുന്നത്? ഇതിൽ നമ്മൾ ഓർക്കേണ്ട 4 പില്ലേഴ്സ് ഉണ്ട്. നമ്പർ 1, നമ്മുടെ ഡയറ്റ്. ഒരു ബാലൻസ്ഡ് ഡയറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. അതിൽ ലീൻ പ്രോട്ടീൻസ് വേണം, ധാന്യങ്ങൾ വേണം, നമുക്ക് അത്യാവശ്യം ഫ്രൂട്ട്സും വെജിറ്റബിൾസും വേണം. omega-3 അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് നല്ലതാണ്. എക്സാമ്പിൾ നമ്മുടെ ചിയ സീഡ്സ്, വാൾനട്ട്സ്, നട്ട്സ് ഒക്കെ, ഫ്ലാക്സ് സീഡ്സ്, ഇതൊക്കെ നല്ലതാണ്. PCOS ഉള്ള ആൾക്കാർക്ക് പ്രത്യേകം നമ്മൾ പറയും ഷുഗറും പ്രോസസ്ഡ് ഭക്ഷണങ്ങളും കുറയ്ക്കുക, മധുര പലഹാരങ്ങൾ കുറയ്ക്കണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് അത് കൂട്ടുകയാണ് ചെയ്യുന്നത്. പിന്നെ 2-2.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. ഇതാണ് ബേസിക് ആയിട്ട് പറഞ്ഞ ഒരു ഡയറ്റ്. പിന്നെ വരുന്നത് നമ്മുടെ ആക്ടിവിറ്റി, എക്സസൈസ്. നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ജനറലി ഒരു 30 to 45 മിനിറ്റ്സിൻ്റെ മോഡറേറ്റ് ലെവൽ ഇൻറ്റൻസിറ്റി വർക്കൗട്ട് ആഴ്ചയിൽ 4 അല്ലെങ്കിൽ 5 ദിവസമെങ്കിലും ചെയ്യാൻ പറ്റണം. എന്താ വർക്കൗട്ട്സ് എന്ന് പറയുമ്പോൾ ബ്രിസ്ക് ആയിട്ട് നടക്കുക, ഓക്കെ, സ്പീഡിൽ നടക്കുക. ഒരു ബസ് പിടിക്കാൻ പോകുന്ന ഒരു തിരക്കിൽ വേണം നമുക്ക് നടക്കാൻ, വേർക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ സൂംബ ഡാൻസിങ്, എറോബിക് ഡാൻസിങ്, സ്വിമ്മിങ്, ബാഡ്മിൻ്റൺ, ടെന്നീസ് ഇതുപോലത്തെ സ്പോർട്സ്
അറ്റ്ലീസ്റ്റ് നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. പിന്നെ നമുക്ക് ആക്ടിവിറ്റി ലെവൽസ് അത്യാവശ്യം നല്ല രീതിയിൽ വേണം, അത്യാവശ്യം സ്ലീപ്പ് വേണം. ഉറക്കം എന്ന് പറയുമ്പോൾ 7 മുതൽ 9 മണിക്കൂറെങ്കിലും അൺഡിസ്റ്റർബ്ഡ് രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ പറ്റണം. ഇത് നമ്മളുടെ ബോഡി ക്ലോക്കിനെ നല്ല രീതിയിൽ റെഗുലേറ്റ് ചെയ്യും. പിന്നെ ലാസ്റ്റ് 4ാമത്തെ പില്ലറാണ് സ്ട്രെസ് ലെവൽസ്. സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ട് നമ്മൾ റിലാക്സേഷൻ ടെക്നീക്സ്, മെഡിറ്റേഷൻ, യോഗ അല്ലെങ്കിൽ എഴുത്ത്, ജേർണലിംഗ് ഹാബിറ്റ്സ് ഇതൊക്കെ വെക്കുന്നത് നല്ലതാണ്. പോസിറ്റീവ് ബോഡി ഇമേജ് വേണം, നല്ല രീതിയിലൊരു സോഷ്യൽ സർക്കിൾ വേണം, നമുക്ക് സ്ട്രെസ്സ് കുറയ്ക്കാൻ പറ്റുന്ന സപ്പോർട്ട് ഗ്രൂപ്പ്സ് വേണം നമുക്ക്. അല്ലെങ്കിൽ പീരിയഡ് പ്രശ്നങ്ങൾ വന്നാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില കുട്ടികളാണെങ്കിൽ, ചില സ്ത്രീകളാണെങ്കിൽ 2 മാസം 4 മാസം 6 മാസം വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇത്രയും വെയിറ്റ് ചെയ്ത്. അത് വന്നോളും എന്നൊരു ചിന്തയുണ്ട് മനസ്സിൽ. പക്ഷെ ഇത്രയും ലേറ്റായിട്ട് വെയിറ്റ് ചെയ്യാതെ പെട്ടെന്ന് നമുക്ക് ഹെൽപ്പ് നേടണം. പലയിടത്തും ഇപ്പം കേട്ട് തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് പീരീഡ് ട്രാക്കിംഗ് എന്ന് പറയുന്നത്. പല രീതിയിൽ ട്രാക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞ് പല പരസ്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ശരിക്കും അത് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഈ ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്കും റെഗുലർ പീരീഡ്സ് ഉള്ളവർക്കും അതുകൊണ്ട് ഉപകാരപ്രദമാണോ? തീർച്ചയായിട്ടും. ഈ പീരിയഡ് ട്രാക്കിംഗ് നമ്മൾ പണ്ടത്തെ കാലം മുതലേ നമ്മൾ ഈ കാലണ്ടർ അല്ലെങ്കിൽ ഡയറിയിൽ നമ്മളൊരു അടയാളം വെക്കും, അതിലൊന്ന് കുറിച്ചിടും. പക്ഷെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഒരുപാട് മോഡേൺ സ്മാർട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ലൈക്ക് മൈ കാലണ്ടർ, ഫ്ലോ, ക്ലൂസ്. അപ്പോൾ ഇതിൽ അവർ പീരീഡ് ട്രാക്ക് ചെയ്യും. ഇപ്പോൾ ട്രാക്ക് ചെയ്യുന്നത് നമ്മുടെ ദിവസങ്ങൾ മാത്രമല്ല, പീരീഡ് തുടങ്ങുന്ന ദിവസം മുതൽ പീരീഡ് അവസാനിക്കുന്ന ദിവസം മാത്രമല്ല, നമ്മുടെ പീരീഡിലെ ഫ്ലോ എങ്ങനെ ഉണ്ടായിരുന്നു, അത് ഒരുപാട് കൂടിയ ഫ്ലോ ആയിരുന്നോ അതോ ഒരു മോഡറേറ്റ് ലെവലിലെ ഫ്ലോ ആയിരുന്നോ, ഒരുപാട് കുറഞ്ഞ രീതിയിലൊരു ഫ്ലോ ആയിരുന്നോ, നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടായിരുന്നു, എന്തെങ്കിലും മൂഡ് ചേഞ്ചസ്, ബ്രസ്റ്റ് ടെൻഡർനെസ്, വയറ്റ് വേദന, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഓവുലേഷൻ നടന്ന സമയം ഏകദേശം ഒരു ഐഡിയ കിട്ടും. നമ്മുടെ പീരീഡിൻ്റെ ലെങ്ത് എത്ര ദിവസമായിരുന്നു, 28 ദിവസമായിരുന്നു, 34 ദിവസമായിരുന്നു, അതൊക്കെ നമുക്ക് ഈ ട്രാക്കർ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ പ്രിഡിക്ഷൻ കൂട്ടും. അടുത്ത പീരീഡ് എപ്പോഴാണ് വരാൻ പോകുന്നത്, നമുക്ക് അതിൻ്റെ ടെൻഷനില്ല. അപ്പോൾ യുവർ പീരീഡ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാപ്പൻ ഇൻ 1 day, അല്ലെ ഒരു ദിവസം കൊണ്ട് നമുക്ക് പീരീഡ് വരുമെന്നൊരു സൂചന നമുക്ക് നേരത്തെ തന്നെ നമ്മൾ മെൻ്റലി ആൻഡ് ഫിസിക്കലി പ്രിപ്പയർഡ് ആയിരിക്കും. ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്ന ഒരു കപ്പിളിന് അവർക്ക് നേരത്തെ തന്നെ അവർക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പ്രഗ്നൻസി പ്ലാൻ ചെയ്യാത്ത കപ്പിളിനായാലും അവർക്ക് എപ്പോൾ കോൺട്രസെപ്ഷൻ, ഗർഭനിരോധന ടെക്നിക്ക് എപ്പോൾ യൂസ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പറ്റും. പീരീഡ്സിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ട്രാക്കർ യൂസ് ചെയ്താൽ. ഇപ്പോൾ ഡോക്ടറിനെ കാണേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ നമുക്ക് ഒരു ക്ലൂസ് കിട്ടും. ഇതാണ് പീരീഡ് ട്രാക്കറിൻ്റെ ശരിക്കും വലിയൊരു ബെനിഫിറ്റാണ്. പീരീഡ്സ് ട്രാക്കിങ്ങിനെ കുറിച്ച് മാഡം പറഞ്ഞപ്പോൾ പീരീഡ്സിന് മുമ്പുണ്ടാകുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും നമ്മൾ മെൻഷൻ ചെയ്തു. PMS എന്ന് പലപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്. പലർക്കും പല തോതിലാണ് വരുന്നത്, പല ലക്ഷണങ്ങളാണ് ഉണ്ടാകാറുള്ളത്. PMSനെ കുറിച്ച് അറിയാത്ത കുറേ പേരുണ്ടാകും. അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് ഈ സ്ട്രെസ്സ് വരുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് ഈ ദേഷ്യം വരുന്നത് എന്നുള്ളതൊന്നും പല സമയത്തും അവർക്ക് മനസ്സിലാകാറില്ല. ഇതിനെക്കുറിച്ച് മാഡം ഒന്ന് സംസാരിക്കാമോ? PMS എന്ന് വെച്ചാൽ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം വരാൻ കാരണം നമ്മുടെ ഈസ്ട്രജൻ ലെവലിലും പ്രൊജസ്ട്രോൺ ലെവലിലും ഹോർമോൺസിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ ചില സ്ത്രീകളുടെ ശരീരം വളരെ സെൻസിറ്റീവാണ്. അവരുടെ ബോഡിയിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ സെറട്ടോണിൻ ലെവൽസ് ഡ്രോപ്പ് ആകുമ്പോഴായിരിക്കും അവർക്ക് ഈ ഒരു ദേഷ്യം, വിഷമം, മൂഡ് സ്വിങ്സ് വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഉറക്കം കുറയുന്നത്, ബ്രസ്റ്റിലെ വേദന, ഇതൊക്കെ അവർക്ക് അനുഭവപ്പെടാം. ഇപ്പം PMSഉം ആർത്തവത്തിൽ വൈകി വരുന്ന രണ്ടും ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് വരുന്നത്. പക്ഷേ PMS ഉള്ള ആൾക്കാർക്ക് ഈ ആർത്തവം ഒത്തിരി ഡിലേ ആകുന്ന ആൾക്കാർക്ക് PMS എപ്പോൾ വരും എന്ന് പറയാൻ പറ്റത്തില്ല. അത് വന്നാലും ഒരുപാട് നീണ്ടു നിൽക്കലേക്ക് വൈകിയായിരിക്കും വരുന്നത്. അപ്പം അതാണ് അതിൻ്റെ ഒരു റിലേഷൻ. അല്ലാതെ രണ്ടിൽ പരസ്പരം നമ്മൾ വിളിക്കാത്ത 2 ഗസ്റ്റ് പോലെയാണ് അവർ വീട്ടിലോട്ട് വരുന്നത്. സോ അത് ഇപ്പോൾ PMS കുറയ്ക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് എക്സസൈസ്, നല്ല രീതിയിൽ ആക്ടിവിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ, സ്ട്രെസ്സ് കുറയ്ക്കാന്നുണ്ടെങ്കിൽ നമ്മൾ PMS സിംറ്റംസ് കുറേയൊക്കെ കുറഞ്ഞു കിട്ടും. PMS എന്ന് പറയുന്നത് സാധാരണ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ദിവസം മുതൽ നിൽക്കുവാണോ ചെയ്യുന്നത്, അതോ കണ്ടിന്യൂസ് ആയിട്ട് പീരീഡ്സ് ഉള്ള സമയത്തും ഉണ്ടായിരിക്കുമോ? PMS ആക്ച്വലി പ്രീ മെൻസ്ട്രൽ ആണ്. അപ്പോൾ മെൻസസ് തുടങ്ങുന്ന മുമ്പേ വരുന്ന ഒരു സിംറ്റമാണ് പ്രീ മെൻസ്ട്രൽ സിംറ്റം. യൂഷ്വലി പീരീഡ്സ് തുടങ്ങി കഴിയുമ്പോൾ ആ ഒരു സിംറ്റംസ് എല്ലാം ഒന്ന് കുറഞ്ഞു കിട്ടും. ഇറഗുലർ പീരീഡ്സ് ഉള്ളവർക്ക് വേണ്ടിയിട്ട് എപ്പോഴാണ് ഡോക്ടറിനെ ഞാൻ പോയി കാണേണ്ടത്
എന്നുള്ളത് അവർക്ക് എങ്ങനെയാണൊന്ന് മനസ്സിലാകുന്നത്? ഏകദേശം ഏത് സമയത്തായിരിക്കും ഒരു മാസം എനിക്ക് വൈകി വന്നു, അപ്പോഴത്തേക്കും തന്നെ ഞാൻ ചെന്ന് കാണണോ? അതോ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് മതിയോ? അതുപോലെ തന്നെ ബ്ലീഡിങ്ങിലുള്ള വ്യത്യാസങ്ങൾ വരുമ്പോഴത്തേക്കും ആ മന്ത് തന്നെ അപ്പം തന്നെ കാണുന്നതാണോ നമുക്ക് ശരിക്കും ആരോഗ്യകരമായിട്ടുള്ളത്? അതോ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നതാണോ നല്ലത്? ആക്ച്വലി ഇറഗുലർ മെൻസസ് എന്ന് പറയുന്ന ഒരൊറ്റ എപ്പിസോഡിൻ്റെ കാര്യമല്ല. ആക്ച്വലി അതൊരു പാറ്റേൺ ഓഫ് പീരിയഡ്സിനെ നമ്മൾ ഇറഗുലർ എന്ന് പറയുന്നത്. സോ ഒരു എപ്പിസോഡ് മാത്രം നോക്കിയാൽ പോരാ, നമ്മൾ മേ ബി 2-3 മന്ത്സിലെ പീരിയഡ്സ് എങ്ങനെയുണ്ട് ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ. അപ്പോൾ ഡിലേ എന്ന് ചോദിച്ചാൽ അപ് ടു 7 days ഡിലേ അത് നോർമലാണ്. ഓക്കെ, അപ്പോൾ ഉടനെ ഓടിപ്പോയി കണ്ട ആവശ്യമില്ല. യു ക്യാൻ വെയിറ്റ്. 7 ദിവസം വരെ നമുക്ക് ക്ഷമയോടെ കാത്തിരിക്കാൻ പറ്റും. ഹെവി ബ്ലീഡിങ് ഉണ്ടാകുന്നവരിൽ അനീമിയയ്ക്ക് സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ഹെവി ബ്ലീഡിങ് വരുമ്പോൾ ഒരു പീരീഡ്സിൽ നമുക്ക് ഉണ്ടാകേണ്ട ബ്ലഡ് ലോസ് എന്ന് പറഞ്ഞാൽ 80 ml ആണ്. പിന്നെ കണക്കെന്ന് പറയുമ്പോൾ നമ്മളൊരു 3 to 4 pads അല്ലെങ്കിൽ ഒരു ഫുൾ പീരീഡ്സിൽ ഒരു 10 pads ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ടാമ്പോൺ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു എവറി 6 hours അല്ലെങ്കിൽ 8 hours കൂടുമ്പോൾ നമ്മളൊരു ടാമ്പോൺ ചേഞ്ച് ചെയ്യുക. ഒരു മെൻസ്ട്രുവൽ കപ്പാണെങ്കിൽ ഒരു 8 മണിക്കൂർ കൂടുമ്പോൾ അത് ചേഞ്ച് ചെയ്യുക. അപ്പോൾ അതിൽ കവിഞ്ഞ് കുറേ ബ്ലീഡിങ് ഉണ്ടായാൽ നമുക്ക് അനീമിയ HB ഡ്രോപ്പിന് സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മൾ അനുഭവപ്പെടുന്ന സിംറ്റംസ് ചിലപ്പോൾ തലക്കറക്കം, ഓർമ്മക്കുറവ്, തളർച്ച ഇതൊക്കെ ഉണ്ടാകാം. പീരീഡ് സമയത്ത് ഉണ്ടാകുന്ന ഈ രക്തസ്രാവം കാരണം നമ്മൾ പേഷ്യൻസിനോട് എപ്പോഴും പറയാറുണ്ട്, അയൺ റിച്ച് ഡയറ്റാണ് നമ്മൾ കഴിക്കേണ്ടത്. പച്ച വെജിറ്റബിൾസ് ആയാലും ചീര ആയാലും ഈന്തപ്പഴമായാലും മാതളം ആയാലും ഓക്കെ, അതല്ലെങ്കിൽ ലീൻ മീറ്റ് ഓക്കെ, അധികം കൊഴുപ്പില്ലാത്ത മാംസമായാലും ഇത് കഴിക്കുന്നത് നമ്മുടെ ഹീമോഗ്ലോബിൻ കൂട്ടാനായിരിക്കും, പിന്നെ സഹായിക്കും. അത് കൂടാതെ ഹീമോഗ്ലോബിൻ കൂടാനുള്ള അയൺ ടാബ്ലറ്റ്സും നമ്മൾ കുറിച്ച് കൊടുക്കാറുണ്ട്. പ്രായം കുറഞ്ഞവരിലാണോ അതോ പ്രായമുള്ളവരിലാണോ ഹെവി ബ്ലീഡിങ് കൂടുതലായി കണ്ടുവരുന്നത്? നമ്മൾ എക്സ്ട്രീംസ് ഓഫ് ഏജിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് പീരീഡ്സ് തുടങ്ങുന്ന ആ ഒരു പ്രായം ബിറ്റ്വീൻ 10 to 19 years, ഈ കൗമാരപ്രായം, അല്ലെങ്കിൽ 40 വയസ്സ് മുതൽ 45 വയസ്സ്, നമ്മുടെ ആർത്തവവിരാമത്തിൻ്റെ പ്രായം എടുക്കാറാകുമ്പോൾ നമുക്ക് ഹെവി ബ്ലീഡിങ് അനുഭവപ്പെടാം. ഇതൊക്കെ നോർമലാണ്. പക്ഷേ ഇടയ്ക്ക് വരുന്ന ഒരു ബ്ലീഡിങ് ഹെവി ആണെങ്കിൽ നമ്മൾ യൂട്രസിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടോ, ഇനി മുഴ കാരണമാണോ, യൂട്രസിൻ്റെ കട്ടി കൂടിയിട്ടാണോ, അത് യൂട്രസിൻ്റെ അകത്തുള്ള ലൈനിങ്ങിൻ്റെ പ്രശ്നം, എൻഡോമെട്രിയൽ ഇഷ്യൂ ആണോ, അല്ലെങ്കിൽ ഹോർമോൺ ഇംബാലൻസ് കാരണമാണോ ഹെവി ബ്ലീഡിങ് നമ്മൾ ഒന്ന് അന്വേഷിച്ച് ടെസ്റ്റുകൾ ചെയ്ത് ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഒബീസിറ്റി എന്നുള്ളത് ഇപ്പം സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്. കൗമാരക്കാരിലും അതുപോലെ തന്നെ പ്രായമായവരിലും എല്ലാം കാണാറുണ്ട് ഒബീസിറ്റി. അങ്ങനെയുള്ള പേഷ്യൻസ് കൂടുതലായി OPയിൽ വരാറുണ്ടോ? ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് ഫുഡ് ലൈഫും ഒരു ന്യൂ ജനറേഷൻ ലൈഫിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് ഒബീസിറ്റി. ഇപ്പം നമ്മുടെ വെയിറ്റ്, ഐഡിയൽ ബോഡി വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹൈറ്റ് -100 ആണ്. സോ ഇപ്പോൾ ഒരു 150 cm 160 cm ഉള്ള ഒരു സ്ത്രീക്ക് വെക്കേണ്ട വെയിറ്റ് 150 - 100 50 കിലോ അല്ലെ 52 കിലോ. 160 - 100 62 കിലോ ആണ്. പക്ഷേ ഒരുപാട് ഇത് കൂടിപ്പോകുന്നുണ്ട്. അപ്പം നമ്മളിത് മെഷർ ചെയ്യുന്ന ഒരു ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ ഒരു എൻറ്റിറ്റിയാണ്. അപ്പോൾ അത് വെയിറ്റ് ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ ആണ്. അതിൻ്റെ ഐഡിയൽ നോർമൽ റേഞ്ചാണ് 18 മുതൽ 24.9. ഇപ്പോൾ അധികം വണ്ണം വെച്ചാലും ഒരുപാട് വണ്ണം കുറച്ചാലും അത്ലീറ്റ്സിൽ ഈ സ്പോർട്സ് കളിക്കുന്ന ആൾക്ക് നമ്മൾ കാണാറുണ്ട് ഒരുപാട് വെയിറ്റ് കുറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് വരുന്നതാണ് ഹൈപ്പോതലാമിക് ഏമനോറിയ, എന്ന് വെച്ചാൽ ബ്രെയിനിൽ നിന്ന് തന്നെ സിഗ്നൽ വരുന്നില്ല. കാരണം ബോഡിയിൽ ആ ഒരു ഉണ്ടാക്കാനുള്ള ഹോർമോൺ ഇല്ല. അപ്പോൾ വണ്ണം കുറയുമ്പോൾ നമ്മുടെ ഈസ്ട്രജൻ ഹോർമോൺ ഫാറ്റ് ഇല്ല. അപ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ ഒരുപാട് കുറയുന്നുണ്ട്. അപ്പോൾ അതേ രീതിയിലാണ് എൻ്റെ തിങ്ക് കഴിഞ്ഞ മാസം OPDയിലോട്ട് ഒരു 150 ഹൈറ്റുള്ള ഒരു കൊച്ചിൻ്റെ വെയിറ്റാണ് 25 കിലോ, BMI 11, പീരീഡ്സ് വന്നിട്ട് ഒരു വർഷത്തിലേറെ കൂടുതലായി. കാരണം ഫാറ്റ് ഇല്ല ബോഡിയിൽ, അപ്പോൾ ഈസ്ട്രജൻ ഹോർമോണും ഇല്ല. ഇതേ എക്സ്ട്രീമാണ് നമുക്ക് വണ്ണം ഒരുപാട് കൂടിയിരിക്കുന്നത്, ഒബീസിറ്റി. അപ്പം ഒബീസിറ്റി എന്ത് സംഭവിക്കും, നമ്മുടെ ഒരുപാട് ഫാറ്റ് കൂടുമ്പോൾ ഹോർമോൺ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് ഈ ഹോർമോൺ കൂടുതലല്ല കുറച്ച് വന്ന ബോഡിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സമയമില്ല. അതേ രീതിയിലാണ് 120 കിലോ ഉള്ള ഒരു കൊച്ചു OPD വരുന്നത്, പീരീഡ്സ് വന്നിട്ട് 6 മാസമായി. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കൂടുതൽ നമ്മൾ PCOSലാണ് കാണുന്നത്. വെയിറ്റ് ഗെയിൻ ഉണ്ട്, ഇറഗുലർ പീരീഡ്സും ഉണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് നമ്മുടെ ജീവിതശൈലി ഒന്ന് മാറ്റിയിരിക്കുക. നമ്മുടെ ഡയറ്റും മാറ്റണം, നമ്മൾ കഴിക്കുന്ന മധുരം, കഴിക്കുന്ന പ്രോസസ്ഡ് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, മൈദ ഇതൊക്കെ കുറയ്ക്കണം. അതേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ എക്സസൈസും ചെയ്യുമ്പോൾ നമുക്ക് ഒരുവിധമൊക്കെ ഈ പീരീഡ് പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. നമ്മുടെ മെൻസസ് നമുക്ക് ഓരോ മാസം കിട്ടുന്ന ഒരു മന്ത്ലി റിപ്പോർട്ട് കാർഡായിട്ടാണ് നമ്മൾ നോക്കേണ്ടത്.
നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ്, അത്യാവശ്യം ആക്ടിവിറ്റി, അത്യാവശ്യം നമുക്ക് 7-9 മണിക്കൂർ സ്ലീപ്പ്, ഉറക്കം, ഇതൊക്കെ ശരിയായാൽ, സ്ട്രെസ്സ് മാനേജ് ചെയ്താൽ നമുക്ക് ഈ 4 പില്ലേഴ്സ് ശരിയായാൽ നമ്മുടെ ആർത്തവം ശരിയായിട്ട് തന്നെ വരും. ആർത്തവം സ്ത്രീ ശരീരത്തിൻ്റെ ഭാഷയാണ്. അതിനെ മനസ്സിലാക്കാനും അതിൻ്റെ മാറ്റങ്ങൾ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ ആവശ്യ സമയത്ത് സഹായം തേടാനും നമ്മൾ സന്നദ്ധരായിരിക്കണം. ഇന്ന് നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ചതും അങ്ങനെ നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കാനായി നമ്മളെ സഹായിച്ചതും ഡോക്ടർ ജെന്നിയാണ്. താങ്ക് യു ഡോക്ടർ. ആരോഗ്യകരമായ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് ഇന്ന് തന്നെ തുടക്കം കുറിക്കാം. കരുതലോടെ, കരുത്തോടെ, ആരോഗ്യത്തോടെ. നന്ദി.